ഹായ് ഫ്രണ്ട്സ്, SRG വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലമ്പുഴ കവ കാണാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ മക്കളും കൂടെ പോവുകയാണ്. ഇതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, കവ ഭാഗത്തെ. ഇതുണ്ട്, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയൊക്കെ ആയിട്ടോ. മഴ ഉണ്ടായിരുന്നില്ല ഇന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഡാം തുറന്നിട്ടില്ല, വെള്ളം കമ്മിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ കവയിലേക്ക് പോവാമെന്ന്. അപ്പം അങ്ങനെ കവയിലേക്ക് യാത്ര തിരിച്ചു. അടിപൊളിയായിട്ടില്ലേ പാറകൾ കാണാൻ്റെ. ബ്ലോക്കാണ് കേട്ടോ, നല്ല തിരക്ക് ഇന്ന്. ഡാമിൽ വെള്ളം കുറവാണ് കണ്ടോ. ഞങ്ങൾ ഡാം തുറക്കാറായിട്ടുണ്ട് പറഞ്ഞിട്ട് വന്നത്, നോക്കുമ്പോൾ വെള്ളമില്ല. ഇതുവരെയും മലമ്പുഴയിലെ കവ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. മഴയില്ലാത്ത സമയത്തൊക്കെ കുട്ടികളുടെ വെക്കേഷൻ ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കവ. ഇത് കണ്ടോ, ഇതിലേക്ക് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ, ഡാമിൻ്റെ അടുത്തേക്കൊക്കെ ഇറങ്ങാം. ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നുണ്ട് കണ്ടോ, പാറൻ്റെ മേലെ. ഞങ്ങൾ വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കണ്ടോ, അത്രേ വെള്ളമുള്ളൂ. ബ്ലോക്ക് ആയതുകൊണ്ട് മെല്ലെ മെല്ലെ പോണത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ, മലയും കോടമഞ്ഞും വെള്ളവും. ഞങ്ങൾ വിചാരിച്ചു മഴയില്ലാത്തതുകൊണ്ട് അധികം ഉണ്ടാവില്ല എന്ന്, ഈവനിങ് ആയതുകൊണ്ട്. പക്ഷെ നല്ല തിരക്കാണ്. വെക്കേഷനും അല്ലേ, പിള്ളേരെ ഹോളിഡേ ദിവസമായിരുന്നു, സൺഡേ. ഇത് ഇന്നലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ ഇങ്ങനെ കാണുമ്പോൾ. അതാണ്ട ഡാമിനുള്ളിലൊക്കെ ഇറങ്ങിയിരിക്കുന്നു കുട്ടികൾ. നല്ല ഭംഗിയുള്ള പ്രദേശമല്ലേ. ഇടയിലിടയിൽ ചെറിയ നീർച്ചാലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനകത്തൊക്കെ വെള്ളം താണ്ടോ, കുറവാണ് വെള്ളം. ഇത് കണ്ടോ, ആളുകൾ കയറിപ്പോണു മലയ്ക്കൊക്കെ. പാറക്കല്ലാണ് കേട്ടോ. ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ വരുന്നുണ്ട്. വെള്ളം പക്ഷേ ഇല്ല, കമ്മിയാണ്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, വെള്ളം ചെറുതായിട്ടൊക്കെ വരുമ്പോൾ. ഇവിടെ ചെറിയൊരു നീർച്ചാലുണ്ട്. നല്ല തിരക്കാണ്. ഇത് കണ്ടോ, വണ്ടി എവിടെ നിർത്താൻ പറയാനേ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. ഇതുണ്ടോ, ഇതിലേക്ക് ഇറങ്ങാം കേട്ടോ. അതാണ്ട് ആളുകൾ ഇരിക്കുന്നുണ്ടോ താഴെ. പിന്നെ ഇവിടെ ഒരു നമ്മൾ കവ ലാസ്റ്റ് എത്തുമ്പോൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഒത്തിരി ദൂരം പോകണം കേട്ടോ കവയിലേക്ക്. ഡാമൊന്നും ഒരുപാട് പോകണം ബാക്കിലേക്ക്. ഡാമിൻ്റെ അറ്റമാണ്, മലമ്പുഴ ഡാമിൻ്റെ അറ്റമാണ് കവ, ആനക്കല്ല് ഭാഗം. ആനക്കല്ലിക്ക് അപ്പുറത്ത് കൂടെ പോകണം കേട്ടോ. ഞങ്ങളിത് കവ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു.
ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ കണ്ടോ, ഇതുണ്ടോ. അപ്പോൾ ഇനിയും മലമ്പുഴ കവ കാണാത്തവരുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടൊക്കെ വന്ന് കവയൊക്കെ കണ്ടിട്ട് പോവുക കേട്ടോ. ഇതുണ്ടോ പാറമല, നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കാണാൻ. ഇവിടെ ഒരു നീർച്ചാലുണ്ട് കേട്ടോ, ചെറിയൊരു നീർച്ചാലാണേ. ഇതാണ്ടോ, ഹായ്, കണ്ടോ അതിൻ്റെ ചുവട്ടിൽ നിറച്ച് ആളുകൾ കുളിക്കുന്നുണ്ട്. ഇനിയും പോകണം കേട്ടോ, ഒത്തിരി ദൂരം പോകണം കവയിലേക്ക്. ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഇവിടെയൊക്കെ കാണാനുണ്ട് കേട്ടോ. ഒരു സൈഡ് ഇതാണ്ടോ ചെറിയ നീർച്ചാലുകൾ, ഉറവ, വെള്ളച്ചാട്ടം എന്നൊക്കെ പറയൂലേ. ഇതൊരു സൈഡാണ്. ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് ഡാമും ഇപ്പുറത്തെ സൈഡ് വന്നിട്ട് മലയും പാറയും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡത്തെയാണ് എടുക്കുന്നത്. ഇനിയും പോവാണ്ട് കേട്ടോ. ഇതുണ്ടോ എത്താറായിട്ടോ കവ ഭാഗം. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ചർച്ചാണ്, ഇതും കഴിഞ്ഞ് പോകണം. ഇനി ഒത്തിരി പോകാണ്ട് കേട്ടോ. ഇതാ അങ്ങനെ എത്തി മക്കളെ എത്തി. ഇതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, കവൻ്റെ ലാസ്റ്റ്. ഇതുണ്ടോ അടിപൊളിയായിട്ടില്ലേ, ഇതുണ്ടോ നല്ല റെസ്റ്റോറൻ്റാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ, പുറത്തു നിന്ന് തന്നെയാണ് കണ്ടത്. ദേവൂട്ടിക്ക് ഇങ്ങനെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദേവൂസേ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറയ്, ഹായ്. ഇത് പാലമാണ് കേട്ടോ, ആനക്കല്ല് ഭാഗത്തേക്കും കവ ഭാഗത്തേക്കും കൂടിയുള്ളതാണ് പാലം. ഇതൊരു സൈഡ് പണി കഴിഞ്ഞിട്ടുണ്ട്, സെൻറ്റർ ഇല്ല കേട്ടോ, രണ്ടറ്റവും. ഈ അറ്റ കവ ഭാഗത്തിൻ്റെ സൈഡാണ്. കണ്ടോ ഇവിടെയൊക്കെ വെള്ളം ആവേണ്ടതാണ്, ഒന്നുമില്ല, വെള്ളമേ ഇല്ല. ഇത് കണ്ടോ ഈ ഒരു നീർച്ചാലിൽ കൂടെയാണ്, ഇത് ഡാമിലേക്ക് പോണതാണ് കേട്ടോ ഈ നീർച്ചാൽ. പക്ഷെ വെള്ളമൊന്നുമില്ല അവിടെ. ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ. മോളെ ഒരു ഹായ് പറയ്, ഹായ് മോനെ ഒരു ഹായ്. ഈ ദൈവട്ടൊരു ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഇത്രയേ ഉള്ളൂ കവ ഭാഗത്തെ കാഴ്ചകൾ കേട്ടോ. ഇത് റെസ്റ്റോറൻ്റാണ് കേട്ടോ കാണുന്നത്. ഇത് കണ്ടോ ഒരു സൈഡ്. നല്ല വെള്ളമുള്ള സമയത്തൊക്കെ ഡാം തുറക്കേണ്ട ടൈമിലൊക്കെ ഈ ഭാഗത്തൊക്കെ നിറച്ചും വെള്ളം ഉണ്ടാവും. പക്ഷേ ഇവിടെയൊന്നും ഇപ്പോൾ വെള്ളമില്ല. ഇതൊക്കെ ഫുള്ളായാൽ മാത്രമേ ഡാം തുറക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആനക്കല്ലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ദേവൂട്ടി
നമുക്ക് ഓടണം. കണ്ടോ, ഇതാണ് പാലം കേട്ടോ. ആ സൈഡ് അറ്റം കാണുന്നതാണ് ആനക്കല്ല് ഭാഗത്തു നിന്ന് വരുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ വരാനും പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ പാലം പണി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് 2 സൈഡും ബസ് വരികയാണെങ്കിലും പറ്റും. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ പാലം. ഇതൊരു റെസ്റ്റോറൻ്റാണ്. മക്കൾ സെൽഫി എടുക്കണം. അപ്പം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഇതുണ്ട് ഡാമിൽ ഇങ്ങനെ കാണുമ്പോൾ വെള്ളമില്ലാത്ത പോലെയല്ലേ, വെള്ളമില്ല. ഈ ഭാഗമൊക്കെ ശരിക്കും ഫുള്ളാവും, അപ്പോഴാണ് ഡാം തുറക്കുക. പോത്തുകളാണ് കേട്ടോ അവിടെയൊക്കെ മേയണത്, പശുക്കളും. ഡാമിനുള്ളിലാണ്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കപ്പയും ഒരു പ്ലേറ്റ് പൊക്കാവടയും ചമ്മന്തി, ചീനിമുളക് കാന്താരിമുളക് ചമ്മന്തിയാണ് കേട്ടോ, അതും കൂടെ വാങ്ങി കഴിച്ച് ഞങ്ങളങ്ങനെ നിറയെ ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളിനി ആനക്കല്ലിലേക്കാണ് കേട്ടോ പോണത്. അപ്പം അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം ഒരു 5:30 ആവാറായി കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ഇരുട്ടാകുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു ഉച്ചക്കലേക്ക് ഒരു 2 മണിക്ക് ശേഷം 2 മണിയുടെ മുമ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് എല്ലാം അവിടെയും കണ്ടിട്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, ഡാം ഇങ്ങനെ കാണുമ്പോൾ വെള്ളമില്ല. ഇവിടെ ഒരു നീർച്ചാലുണ്ട് കേട്ടോ. ഇതവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിനകത്ത് ആളുകളും ഉണ്ടാവും. നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്ന്. കണ്ട ഈ വെള്ളച്ചാട്ടത്തിൽ ആളുകൾ കുളിക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ, അവർക്കതൊരു രസമല്ലേ മക്കൾക്കൊക്കെ. ഇതാ അവിടെ കണ്ടോ ചെറിയ വെള്ളച്ചാട്ടം, അതിൽ പിള്ളേർ കണ്ടോ കളിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്നും വിട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ പാറകൾ കാണാൻ. വഴുക്കലില്ലെങ്കിൽ കയറി പോകുമായിരുന്നു, പക്ഷെ അങ്ങനെ വഴിക്ക് താഴെ എത്തും കയറിപ്പോയാൽ. ഇതവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ, അതാണ്ടോ കാണുന്നത്. അതിനകത്തും ആളുകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ട്, ഉപ്പിലിട്ട മാങ്ങയില്ലേ അതൊക്കെ വാങ്ങിച്ച് താഴെ ഇറങ്ങി കഴിച്ച്. കണ്ടോ, ഇതാണ് ഡാം. ഇതിന് താഴെ അതാണ്ടോ പിള്ളേരൊക്കെ ഇരിക്കണം. ഇതിങ്ങനെ ഇറങ്ങി പോവാട്ടോ താഴത്തേക്ക്, പക്ഷെ മക്കളെയൊക്കെ സൂക്ഷിക്കണം. ഇതൊരു പാറയാണ്, സ്ലിപ്പായ താഴെ എത്തും കേട്ടോ. നല്ല ഭംഗിയില്ലേ. കൂട്ടി ഈ ചാലിൽ കളിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല തണുപ്പ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ആനക്കല്ല് എത്താറായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആനക്കല്ല് ഭാഗത്ത് ഇത്തിരിയും കൂടെ നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ എൻജോയ് ചെയ്തിട്ട് വരാം കേട്ടോ. അത്രയും അവിടെ ആ ഭാഗത്തൊക്കെ കാണാനുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പോലെ വന്നിട്ടുണ്ട്, ഞാനത് വീഡിയോ എടുത്തില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ പിള്ളേരുടെ ഒരു പാർക്ക് പോലെ ആനക്കല്ല് ഭാഗത്ത് കേട്ടോ. പുതുതായിട്ട് വന്നതാണ്, അത് വർക്ക് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എങ്കിലും പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഇതുണ്ടോ,
അത് നല്ല ഭംഗിയില്ലേ, കോടാമഞ്ഞ്. ഇപ്പോഴേക്കിതുണ്ടോ സദ്യയായി കേട്ടോ, നല്ലോണം 6 മണിയൊക്കെ ആയി, ഇരുട്ടായി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. ഇതുണ്ടോ, എവിടെ ഇറങ്ങിയില്ല കേട്ടോ, മഴ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു. മഴയത്ത് മോളെയും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു. ഇത് ആനക്കല്ല് ഭാഗത്തെ കാഴ്ചകളാണ് കേട്ടോ, ചുറ്റും ഡാമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹായ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബ ബായ് എല്ലാവർക്കും കേട്ടോ.